Hello guys, ഇന്ന് ഒരു ബ്ലൗസ് വർക്ക് ചെയ്യുന്ന കേട്ടോ. നമ്മുടെ ചാനൽ നമ്മൾ ഇതിന് മുന്നേയും വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ ബ്ലൗസ് വർക്ക് ചെയ്യുന്നത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നവർ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കരുതി ഇതും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് വോയിസ് ഓവർ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ, അല്ലാതാണ് ഇട്ടിരുന്നത്. അതായത് ഇത് ഞാൻ ഫുള്ള് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോ ക്ലിയർ ചെയ്ത് തരണം. നമ്മൾ അന്നിട്ട വീഡിയോയിൽ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. കുറേ ആ ഡൗട്ടൊക്കെ ഈ വീഡിയോ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്നൊരു കല്യാണ ബ്ലൗസിലാട്ടോ. ഇതിപ്പോൾ ഒരു പ്ലെയിൻ തുണിയാട്ടോ. അന്നേരം അവർ പറഞ്ഞാൽ നമുക്ക് അവർക്ക് ഹെവി ആയിട്ട് തോന്നുന്ന വർക്ക് വേണം, എന്നാൽ ഒരുപാട് ബഡ്ജറ്റും ആവാൻ പാടില്ല. നമ്മൾ ആ രീതിയിലാണ് വർക്ക് ചെയ്തേക്കുന്നത്. അന്നേരം ചെയ്യാൻ പോകുന്നത് അത് ഞാൻ ഇപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ട് ബോൾ ചെയിൻ ആണ് എടുത്തേക്കുന്നത്. ഇപ്പം നിങ്ങൾക്കിപ്പം ഇത്രയും മേടിച്ച് വെക്കണമെന്നൊന്നും ഇല്ല. നിങ്ങളിപ്പോൾ ചെയ്ത് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ഇത്രയും ബോൾ ചെയിനൊന്നും എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കിപ്പോൾ ആവശ്യമുള്ള അത്രയും എടുത്താൽ മതി. ഞാനിപ്പോൾ എനിക്ക് ആവശ്യമുണ്ട്, ഇപ്പം എനിക്കിപ്പോൾ എപ്പോഴും ചെയ്യണോണ്ടാണ് ഞാൻ ഇങ്ങനെ മേടിച്ച് വെക്കുന്നത്. നമുക്ക് പിന്നെ പോകുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു അളവിൽ ബോൾ ചെയിൻ കിട്ടണമെന്നില്ല. പിന്നെ ഇതേപോലെ കുറച്ച് കുന്തൻ്റെ സ്റ്റോൺ എടുക്കുന്നുണ്ട് കേട്ടോ, വൈറ്റ് കളറ്. പിന്നെ ഒരു മീഡിയം സൈസ് ബീഡ്സ് എടുക്കുന്നുണ്ട്, ഗോൾഡൻ ബീഡ്സ്. അന്നേരം ബീഡ്സിന് മീഡിയം, ഒരുപാട് ചെറുതുമല്ല ഒരുപാട് വലുതുമല്ല കേട്ടോ, അതേപോലെയാണ്. പിന്നെ ഒരു ത്രെഡ് എടുക്കുക, സാധാരണ നമ്മൾ തയ്ക്കുമ്പോൾ തയ്ക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ത്രെഡില്ലേ അത്. പിന്നെ ഗ്ലൂ ആട്ടോ. ഗ്ലൂ എടുക്കാൻ 2 എണ്ണം എടുക്കുന്നുണ്ട്. ഫാബ്രിക് ഗ്ലൂ എടുക്കുന്നുണ്ട് കേട്ടോ. 2ലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഫാബ്രിക് ഗ്ലൂ ആണ് മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അന്നേരം ഏതായാലും നിങ്ങൾക്ക് കയ്യിൽ ഏതാണോ അത് നോക്കാം കേട്ടോ. ഞങ്ങൾക്ക് ചെയ്യുമ്പോഴത്തേക്കും വർക്ക് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ഒരു കത്രിക എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കട്ടർ എടുത്തിട്ടുണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് നീഡിൽ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ സെറ്റ് വരുന്നുണ്ട്, 25 സെറ്റ് വരുന്ന നീഡിലിൻ്റെയാണ്. അതൊരു ഇച്ചിരി കനം ഉള്ളതും പിന്നെ ഇച്ചിരി കനം കുറഞ്ഞായിട്ട് 2 നീഡിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അന്നേരം ഞാൻ ഈ ബ്ലൗസ് ഇവിടെ ഈ സൈഡിൽ സാധാരണ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഈ സൈഡിൽ ഇങ്ങനെ അയച്ചു വിട്ടിട്ടാണ്, തയ്യൽ അയച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ബ്ലൗസ് ഞാൻ തയ്യലൊന്നും അയച്ചിട്ടില്ലായിരുന്നു കേട്ടോ, കാരണം ഈ ടൈം ഇല്ലാത്ത സമയം വളരെ കുറവായിരുന്നു കേട്ടോ. അന്നേരം അതുകൊണ്ട് ഞാൻ അഴിച്ചില്ല, അല്ലാതെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് കുറച്ചധികം പാടായിരുന്നു കേട്ടോ എന്നെ സംബന്ധിച്ച്. കാരണം ഞാൻ എപ്പോഴും കൈയുടെ തയ്യലൊക്കെ അയച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്കത് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. പക്ഷേ ഇത് കുറച്ച് നമ്മൾ കാരണം ഒരു സൈഡ് ചെയ്തിട്ട് അത് ഉണങ്ങി കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് അടുത്ത സൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് അത്രയും ടൈം നമ്മളെ പോവും, അത്രയും ടൈം വേസ്റ്റ് ആയി പോകും. തയ്യൽ അയച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം കറുത്തിനെ വിടർത്തി ഇട്ടിട്ട് നമ്മൾ ഹുപ്പിൻ്റെ അകത്ത് ഒക്കെ വെച്ചിട്ട് കറുത്തിനെ വിടർത്തി ഇട്ടിട്ട് നമുക്ക് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഞാൻ അതേമേ ഇപ്പോൾ ഇതിനകത്ത് ഗ്ലൂ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കുറച്ചൊരു നീളത്തിന് കേട്ടോ. ഞാനിപ്പോൾ ഇത് കറക്റ്റ് ആ തയ്യലിൻ്റെ അവിടെ വെച്ചാൽ ചെയ്ത് തുടങ്ങുന്നത് കേട്ടോ. നിങ്ങൾ ചോദിക്കുക, നിങ്ങളിപ്പോൾ ഒരു ബ്ലൗസുകാർക്ക് വർക്ക് ചെയ്യുന്നത്, നിങ്ങൾക്ക് തന്നെ വർക്ക് ചെയ്യുന്നത് കറക്റ്റ് നോക്കുക. കറക്റ്റ് അളവാണെങ്കിൽ മാത്രം നിങ്ങൾ ആ അറ്റത്തിൽ നിന്ന് തുടങ്ങാമല്ലോ കേട്ടോ വർക്ക് ചെയ്ത്. അല്ലെങ്കിൽ കുറച്ച് ഒരു ഇഞ്ച് ഇങ്ങനെ ഗ്യാപ്പ് വിട്ടിട്ട് വേണം ആ തയ്യലിൻ്റെ അവിടെ നിന്ന് 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടാണ് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചിലപ്പം പിന്നെ കൈവെല്ലാം അടിക്കണമെങ്കിലോ നമുക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിക്കാനൊന്നും പറ്റത്തില്ല. അന്നേരം ആ ഒരു നോക്കിയിട്ട് ഇപ്പം ഞാൻ ഇവിടെ ചോദിച്ചപ്പോൾ അവർ കറക്റ്റ് അളവാണ്, പിന്നെ ഞാൻ അടിക്കൊന്നും വേണ്ട കറക്റ്റാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ കറക്റ്റ് അവിടെ വെച്ചിട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ബോൾ ചെയിൻ അതിന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് ബാക്കി അപ്പുറത്തെ ഭാഗത്തും കൂടെ ഒട്ടിക്കാനുള്ളത് അളവിന് നോക്കിയിട്ട് അത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ മൊത്തം ഒട്ടിക്കുന്നെങ്കിൽ തന്നെ ഇത് മൊത്തം തയ്ക്കുന്നുണ്ട് കേട്ടോ അവസാനം. പക്ഷേ അത് തയ്ക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. കാരണം എനിക്ക് അന്ന് ആ ടൈമിൽ ഓണ ടൈമായിരുന്നു ഇത്. അന്നേരം എനിക്ക് 5 ബ്ലൗസിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു. എല്ലാം കൂടി ആയതുകൊണ്ട് എനിക്ക് എല്ലാം കാണിക്കാൻ പറ്റില്ല. തയ്ക്കുന്ന എല്ലാം കൂടി എനിക്ക് അത് വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. നമ്മൾ ഈ ഒട്ടിക്കുന്ന എല്ലാ സാധനം തന്നെ പിന്നെ തയ്ച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. സ്റ്റോണൊക്കെ നമ്മൾ തയ്ക്കത്തില്ല, ബാക്കിയൊക്കെ നമ്മൾ ഈ ബോൾ ചെയിൻ ആയാലും എല്ലാം നമ്മൾ തയ്ച്ച് ചേർക്കും. പിന്നെ രണ്ടാമത് ഞാൻ ആ ചെറിയൊരു നീഡിൽ ഞാൻ ത്രെഡ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിപ്പം ക്രീം കളറാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആ കളർ കറക്റ്റ് ആ ഒരു ബ്ലൗസിൻ്റെ കളർ ഉണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും കേട്ടോ. എൻ്റെ കയ്യിൽ ആ കളർ ഉണ്ടായിരുന്നു, പക്ഷെ കണ്ടില്ലായിരുന്നു സമയത്ത് നോക്കിയപ്പോഴത്തേക്കും. അതുകൊണ്ട് ചതവ് ചെയ്യുമ്പോൾ ക്രീം കളർ വെച്ചാട്ടോ ചെയ്തത്, ക്രീം കളർ ത്രെഡ് വെച്ചിട്ടാണ് ചെയ്തത്. പിന്നെ ഞാൻ കഴുത്തിൻ്റെ ഭാഗമൊക്കെ ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഒരു റോസ് കളർ തന്നെ ത്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ബ്ലൗസിന് അതേ കളർ തന്നെ ത്രെഡ് എടുത്തിട്ട് ചെയ്തേക്കുന്നത്. അതുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. പിന്നെ ഈ ബീഡ്സൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ചും കൂടി ക്രീം കളർ അല്ലെങ്കിൽ ഗോൾഡൻ കളറൊക്കെ ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. നമ്മൾ ഏതാണോ ആ സമയത്ത് ഉള്ളത് അതേപോലെ വൃത്തിയോട് വരാത്ത രീതിയിൽ ചെയ്യുന്നത് നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ വൃത്തിയോട് വരാത്ത രീതിയിൽ നോക്കണം എപ്പോഴും. അതേപോലെ ബീഡ്സൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടിക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് വർക്ക്. ഇത് നമ്മൾ ആ വീഡിയോയിൽ ഇത് കണ്ടിട്ട് വർക്ക് ചെയ്തു. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ കളർ മങ്ങിപ്പോയിരുന്നു ബീഡ്സിൻ്റെ.
അതിൻ്റെ കാര്യം വെച്ചാൽ ബീഡ്സ് മേടിക്കുമ്പോൾ നല്ല ബീഡ്സ് നോക്കി മേടിക്കാൻ ശ്രമിക്കുക. നല്ല പല ടൈപ്പ് ബീഡ്സ് കാണുമായിരിക്കും. എനിക്ക് ആദ്യമേ ഒരുപാട് വട്ടം അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ബീഡ്സൊക്കെ മങ്ങിപ്പോയിട്ടുണ്ട്. അന്നേരം നോക്കുക, നല്ല ബീഡ്സ് നോക്കി മേടിക്കുക, നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി മേടിക്കുക കേട്ടോ. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ വാഷ് ചെയ്യാൻ പറ്റില്ല. ഷാമ്പൂവിൽ ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കാൻ മാത്രമേ പാടുള്ളൂ. അല്ലാതെ ജസ്റ്റ് നമ്മൾ സാധാ കഴുകുന്ന പോലെ കല്ലിട്ട് ഉരച്ച് കഴുകുക അങ്ങനെയൊന്നും പാടില്ല. അങ്ങനെയൊക്കെയാണെങ്കിൽ പെട്ടെന്ന് കളർ മങ്ങിപ്പോകും കേട്ടോ. അങ്ങനെ കല്ലിട്ട് ഉരച്ച് കഴുകാൻ നിന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് ഷാമ്പൂവിലൊന്ന് മുക്കിയെടുക്കാൻ മാത്രം ചെയ്യാവുള്ളൂ ഇങ്ങനത്തെ ഇതൊക്കെയാണെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു വട്ടമൊക്കെ ഡ്രസ്സിന് വെയിലത്തിട്ട് ഉണക്കിയിട്ട് വെക്കുക. 1-2 വട്ടമൊക്കെ ഇട്ടിട്ട് കഴിയുക മാത്രം മതി. ജസ്റ്റ് വെയിലത്തിട്ട് ഉണക്കിയിട്ട് വെക്കുക കേട്ടോ. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ ഇതുപോലെ നൂല് കോർത്ത് കൊടുക്കുന്ന മുത്ത് കോർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ചില മുത്തൊക്കെ 2 എണ്ണമൊക്കെ ജോയിൻറ്റ് ചെയ്ത് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നതായിരിക്കും കുറച്ച് നല്ലതായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ അതിങ്ങനെ പൊങ്ങി നിൽക്കും. അവർ കറക്റ്റ് ഫിനിഷ് കിട്ടുന്നില്ല, പൊങ്ങി നിൽക്കും കേട്ടോ. അതുകൊണ്ട് അതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. ഞാൻ ഈ ഒരു ബീഡ്സ് നമ്മൾ ഒട്ടിച്ച് തന്നെ കേട്ടോ കൊടുക്കുന്നത്. ഒട്ടിച്ച് ഞാൻ തയ്ച്ചെടുക്കും നമ്മൾ. ഇപ്പോൾ നമുക്ക് ആര്യ വർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ തുണിക്ക് തന്നെ നമുക്ക് ആര്യ വർക്ക് ചെയ്യാനായി തയ്ച്ച് ചേർക്കാം. ഇപ്പോൾ ഈ ബ്ലൗസ് ഫുള്ളായിട്ട് തയ്ച്ച് വന്നാൽ നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരേ മുത്തായിട്ട് ബീഡ്സായിട്ട് കോർത്ത് കഴിഞ്ഞാൽ അത്രയ്ക്കും ഫിനിഷ് അല്ലെങ്കിൽ കറക്റ്റ് ആ ഒരു ലെവലിന് ഫിനിഷിന് കിട്ടണമെന്നില്ല കേട്ടോ. ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇങ്ങനെയൊക്കെ ഡിസൈനൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യാറുള്ളത്. അതെനിക്ക് കുറച്ചും കൂടി ഇപ്പോൾ തയ്ച്ച് ചേർക്കുന്നതിനെക്കാട്ട് നമുക്ക് കുറച്ചും കൂടി ഫിനിഷായിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ തുണിക്കകത്തൊക്കെ ആണെങ്കിൽ തുണിയാണ് നമുക്ക് കൊണ്ട് തരുന്നതെങ്കിൽ നമുക്ക് അതിനകത്തൊക്കെയാണെങ്കിൽ തയ്ച്ച് ചേർക്കാം. കുറച്ചും കൂടി എളുപ്പമാണ്. ഇപ്പോൾ ഇതിനകത്തൊക്കെയാണ് നമ്മൾ തയ്ച്ച് ചേർക്കാൻ പറ്റത്തില്ല. തയ്ച്ച് ചെയ്ത് നമ്മൾ വിചാരിക്കുന്ന ഫിനിഷിൽ കിട്ടണമെന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നോക്കുക അത് മുത്തൊന്നും ഇങ്ങനെ ബീഡ്സിൽ നിന്ന് കൂട്ടം കൂടി ഇരിക്കാതെ അതിന് ജോയിൻ്റായിട്ട് ഇരിക്കാതെ നല്ല കറക്റ്റായിട്ട് നോക്കുക കേട്ടോ. കറക്റ്റ് ഇങ്ങനെ സെറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ മേലെ വീണ്ടും ഒരു ബോൾ ചെയിൻ്റെ ഒരു ലെയർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ഒരു ചെറിയൊരു മീഡിയം സൈസ് ബോൾ ചെയിനായിട്ട് എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഷുഗർ ബീഡ്സിൻ്റെ അത്രയുള്ള മീഡിയം സൈസ് അല്ല, ഷുഗർ ബീഡ്സിന് അത്രയുള്ള ബോൾ ചെയിനാണ്. അതിൻ്റെ ഒരു അളവിലുള്ള ബോൾ ചെയിനായിട്ട് എടുത്തേക്കുന്നത്. ബോൾ ചെയിൻ നമുക്ക് പല അളവിൽ കിട്ടും. നിങ്ങൾക്കിപ്പം ഇങ്ങനെ വലിയ ബീഡ്സ് നമുക്ക് കോർത്ത് വെക്കാൻ പറ്റുന്നെങ്കിൽ ബോൾ ചെയിൻ തന്നെ കിട്ടും കേട്ടോ. അതിൻ്റെ തന്നെ ബോൾ ചെയിൻ കിട്ടും വലുത്. അത് ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു 15 മിനിറ്റിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു 3-4 ദിവസം കൊണ്ട് ഞാൻ ചെയ്ത വർക്കാട്ടോ. നിങ്ങളിപ്പോൾ ഇത് കാണുമ്പോൾ ഇത്രയും വലിയ എളുപ്പമാണോ ഇതെന്ന് വിചാരിക്കും. ഒരിക്കലും എളുപ്പമല്ല കേട്ടോ. കുറച്ച് കുറച്ച് കൂടുതൽ ക്ഷമ വേണം ഈ ഒരു വർക്കൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ. ഈ 15 മിനിറ്റ് കൊണ്ട് ഈ കാണുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഞാനൊരു 4-5 ദിവസം എടുത്ത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത വർക്കാട്ടോ. കാരണം ഇത് ഒരുപാട് പ്രോസസ്സിംഗ് ആണ്, ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതിന് മൊത്തം നമ്മൾ ഒട്ടിക്കും. ഈ ഒട്ടിക്കാനാണെങ്കിൽ ഒട്ടിക്കും, തയ്ക്കാനാണെങ്കിൽ തയ്ച്ച് ചേർക്കും. തയ്ച്ചേ കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കും. 24 മണിക്കൂർ ഒരു ദിവസം ഫുള്ള് നമ്മളിതിന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കും കേട്ടോ. 24 മണിക്കൂറിന് മിനിമം വെച്ചേക്കണം കേട്ടോ. അന്നേരം മതി നല്ലൊന്ന് സെറ്റായി വരത്തോളൂ, മൊത്തം ഡ്രൈ ആയി വരത്തോളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അയൺ ചെയ്തെടുക്കുക. അത് നമ്മൾ തിരിച്ചിട്ടുണ്ട് ലൈനിങ്ങിൻ്റെ ഇതുണ്ടല്ലോ അവിടെ അയൺ ചെയ്യുക കേട്ടോ. അയൺ ചെയ്ത് കൊടുക്കും ഞാൻ. അയൺ ചെയ്ത് കൊടുത്തിട്ട് ഇപ്പോൾ ന്യൂസ് പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് വേണമെങ്കിൽ ന്യൂസ് പേപ്പർ ഇട്ടിട്ട് അയൺ ചെയ്തെടുക്കാം. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എന്നിട്ട് നല്ലപോലെ അയൺ ചെയ്തിട്ട് എന്നിട്ട് അത് വീണ്ടും 24 മണിക്കൂറാണ് ഡ്രൈ ആവാൻ വേണ്ടി വെക്കും കേട്ടോ. അതിനുശേഷം നമ്മൾ എടുത്തിട്ട് വീണ്ടും ഒന്ന് നല്ലപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ട് ഫുൾ തയ്ക്കും. ഈ ഒട്ടിച്ച കാര്യങ്ങളൊക്കെ തയ്ച്ചെടുക്കും. ഈ സ്റ്റോണും ഇതൊക്കെ ഉള്ളൂ കേട്ടോ നമ്മൾ തയ്ക്കാത്തതായിട്ടുള്ളത്. ബാക്കിയൊക്കെ ഈ ബീഡ്സും ബാക്കി ഇതൊക്കെ നമ്മൾ തയ്ച്ചെടുത്ത് ഫുൾ എല്ലാം കറക്റ്റായിട്ട് എല്ലാം എല്ലാം നോക്കിയിട്ട് ആണ് നമ്മൾ ഫൈനൽ ചെയ്യുന്നത്. ഫൈനലായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത് എന്ന് പറയുന്നത്. അന്നേരം ഇത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഒരുപാട് ഇത്രയും പ്രോസസ്സിങ് കാര്യങ്ങളോടാണ് കടന്നു പോകുന്നത് ബ്ലൗസ് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആര്യ വർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ആര്യ വർക്ക് നമുക്ക് ഇങ്ങനെ ചെയ്ത് പോയാൽ മാത്രം മതി. പക്ഷേ ഇങ്ങനെ ഒട്ടിച്ചൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അയൺ ചെയ്ത് കൊടുക്കുകയാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ. അയൺ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് ഇളകിപ്പോകത്തില്ല. ഇതൊന്നും ഇളകിപ്പോവാതെ കറക്റ്റ് നമ്മൾ ഇത്രയും വട്ടം ഇങ്ങനെ അയൺ ചെയ്യുമ്പോൾ ആ ഗ്ലൂ ഒക്കെ ഒന്നും കൂടി ഒന്ന് ഉരുകിയിട്ട് വീണ്ടും ഒന്നും കൂടി സെറ്റ് അവിടെ തന്നെ. അതിനാണ് നമ്മൾ അയൺ ചെയ്ത് കൊടുക്കുന്നത്. അയൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പോൾ ന്യൂസ് പേപ്പർ ഇട്ടിട്ട് അയൺ ചെയ്യാൻ നോക്കുക കേട്ടോ. ന്യൂസ് പേപ്പർ നമ്മൾ ആ ഒരു ഇതിട്ടിട്ട് തുണിയുടെ പുറത്ത് ഇട്ടിട്ട് അയൺ ചെയ്യുന്നതിന് കുറച്ചും കൂടി നല്ലത്. അതിനായിപ്പോൾ ഇവിടെ ആ ഒരു കുന്തൻ സ്റ്റോണൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ട്രയാങ്കിൾ ഷേപ്പിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗ്യാപ്പൊന്നും വരാതെ രീതിയിലായിട്ട് ഒട്ടിച്ച് കൊടുത്തേക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മേളിൽ തന്നെ ഒരു ലെയർ ഇത് ബോൾ ചെയിനും അതേപോലെ നമ്മൾ നേരത്തെ താഴെ ചെയ്ത് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് മേളിലോട്ടും. ഇതിപ്പോൾ ഞാനൊരു വീതിക്കൊരു ബോർഡറിൽ കൊടുത്തേക്കാണ്. അത് കുറച്ചുകൂടി ഹെവി ആയിട്ട് തോന്നിക്കും കേട്ടോ. പിന്നെ ഈ കൈയുടെ മേലോട്ട് മൊത്തം കുഞ്ഞു ബീഡ്സ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇവിടെ ആയിട്ട് കൈയുടെ മേൽ ഫുള്ളായിട്ട് ഇതായിട്ട്. പക്ഷെ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതൊന്നും
എടുത്തതായിരുന്നു, പക്ഷേ അത് റെക്കോർഡായില്ലായിരുന്നു കേട്ടോ. ഞാൻ പിന്നെയാണ് അറിഞ്ഞത്, എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് റെക്കോർഡായിട്ടില്ലായിരുന്നത്. അന്നേരം അത് അതെങ്ങനെ തയ്ക്കുന്നത് നമ്മൾ മുമ്പത്തെ വീഡിയോ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതെങ്ങനെ തയ്ച്ചെടുക്കണ്ടേന്നുള്ളത്. നമ്മളിപ്പോൾ കൈയുടെ മേളിലോട്ടൊക്കെ തയ്ക്കുമ്പോൾ ലൈനിങ്ങിൻ്റെ അകത്തോടെ തയ്ക്കാൻ നോക്കുക കേട്ടോ. പുറത്ത് കാണാതെ ലൈനിങ്ങിൻ്റെയും തുണിയുടെയും നടുക്കായിട്ട് ത്രെഡ് വരുന്ന ആ നൂല് വരുന്ന രീതിയിൽ തയ്ച്ചെടുക്കാൻ നോക്കുക കേട്ടോ. നമ്മൾ മുന്നത്തെ വീട്ടിൽ അത് പറയുന്നുണ്ട് കേട്ടോ അതിനെക്കുറിച്ച്, അതെങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ. അന്നേരം ഞാനിപ്പം ഈ ഒരു ലെയർ മൊത്തം സെറ്റ് ചെയ്ത് കേട്ടോ. എന്നിട്ട് തൊട്ടിച്ചിട്ട് ഇതൊന്ന് ഉണക്കാൻ ഒരു 5-6 മിനിറ്റ് ഞാനൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലാണ് നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് ഒട്ടിക്കുന്നത്. അതിപ്പോൾ ഉണങ്ങാൻ ഇട്ടതിന് സമയം കൊണ്ട് ഞാൻ ബാക്കി മുത്ത് കോർത്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് കുറച്ചുകൂടി ഒട്ടിക്കാൻ എളുപ്പമാണ്. അപ്പുറത്തെ വശത്തോട്ട് മറുവശത്തോട്ട് ഒട്ടിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഒരു 5-6 മണിക്കൂറല്ല മിനിറ്റ് കഴിഞ്ഞിട്ട് കേട്ടോ. മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇതൊക്കെ ഒട്ടിച്ച് കൊടുക്കുക. മറുവശത്ത് ഒട്ടിച്ച് പെട്ടെന്ന് ഞാൻ ഇപ്പുറത്തെ വശത്ത് ഒട്ടിക്കാൻ നിൽക്കുന്നത് തന്നെ അത് ഇളകി വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാം ഡ്രൈ ആയ ശേഷം ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നമ്മൾ അപ്പുറത്തെ വശത്ത് ഒട്ടിക്കാവുള്ളൂ കേട്ടോ. ഇപ്പോൾ നിങ്ങളിപ്പോൾ കൈയുടെ തയ്യലൊക്കെ അയച്ചിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അത് നമുക്ക് ഒറ്റ ഇതിൽ തന്നെ ഒട്ടിച്ച് നമുക്ക് പോകാം കേട്ടോ. അന്നേരം നമുക്ക് ഇത്രയും ടൈം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം അത് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കറക്റ്റ് നേരെ തന്നെ ഒട്ടിച്ചൊട്ടിച്ച് പോകാൻ പറ്റും. തയ്ക്കാനായാലും അതറിയേണ്ട കുറച്ചും കൂടി നല്ലത്. നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളൊക്കെ ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലത്. ഇതിങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തയ്യൽ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലതായിട്ട് നിങ്ങൾ തയ്യലൊന്ന് അയച്ചിട്ട് പിന്നെ അടിച്ചെടുത്താൽ മതി. കറക്റ്റ് അളവൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് ഇടണം കേട്ടോ. അതിന് മുന്നേ കറക്റ്റ് കൈവണ്ണമൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് ഇടണം തുണിക്കകത്ത്. എന്നിട്ട് അവിടെ വെച്ചിട്ട് വേണം വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തയ്യൽ അയച്ചിട്ട് നമ്മൾ വീണ്ടും വർക്കൊക്കെ ചെയ്തിട്ട് വീണ്ടും അടിക്കുമ്പോൾ ലൂസും കാര്യങ്ങളൊക്കെ ലൂസായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടിക്കാനൊന്നും പറ്റത്തില്ല. അതായത് നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇതൊക്കെ നോക്കുക കേട്ടോ. ആ കാര്യം നോക്കുക. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് ചോക്ക് വെച്ചോ എന്തെങ്കിലും വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്ന കറക്റ്റ് നമ്മുടെ കൈയുടെ വണ്ണവും കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതിന് തൊട്ട് മുന്നേ ഇട്ട വീഡിയോയിൽ നമ്മൾ കൈയുടെ തയ്യൽ അയച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അത് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ആ വീഡിയോ. അതേപോലെ തന്നെ ക്ഷമ വേണം. ഞാൻ ഒന്നും കൂടി എടുത്തോന്നെ, നിങ്ങളിപ്പോൾ ഇങ്ങനെ വർക്ക് ഇപ്പോൾ ഒരാൾ ചെയ്യുന്നതായിട്ട് പെട്ടെന്ന് ചാടിക്കയറി നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ചെയ്യാൻ തുടങ്ങാവുള്ളൂ കേട്ടോ. കാരണം അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് പകുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് മടുക്കും. അന്നേരം അത് ഇട്ടിട്ട് പോകാൻ പാടില്ല. അന്നേരം മൊത്തം കുളവും ആ തുണിയും എല്ലാം നമുക്ക് വേസ്റ്റായി പോകത്തേ ഉള്ളൂ. അന്നേരം നിങ്ങൾക്ക് നല്ല ഇത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാവുള്ളൂ. ക്ഷമ നല്ലപോലെ വേണം ഈ ഒരു കാര്യത്തിനൊക്കെ ചെയ്യണമെങ്കിൽ. ക്ഷമയില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്ലൗസിൻ്റെ വർക്കായാലും ക്രാഫ്റ്റായാലും നമ്മൾ എന്ത് കാര്യമാണെങ്കിലും നമുക്ക് ക്ഷമ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. നല്ല ക്ഷമ വേണം ഇതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത് കിട്ടാൻ പോകുന്ന കാര്യങ്ങളൊന്നുമല്ല. അന്നേരം നമ്മൾ സമയം എടുത്ത് വേണം ചെയ്യാൻ വേണ്ടി. സമയം എടുത്ത് ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫിനിഷും ആ ഒരു ഭംഗിയൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ ഇപ്പോൾ കുറേ ഡൗട്ടാണ് നമ്മൾ ഇങ്ങനെ വർക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര റേറ്റ് മേടിക്കുക എന്നുള്ളത്. റേറ്റ് മേടിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങളിപ്പം ഈ സാധനങ്ങൾ മേടിക്കുന്ന കോസ്റ്റ് കൂട്ടുക. അതേപോലെ തന്നെ നിങ്ങളുടെ ടൈം, നിങ്ങൾ എത്രത്തോളം ടൈം നിങ്ങൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ അത് നോക്കുക. അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ റേറ്റ് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങളിപ്പം ആദ്യമായിട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ ഒരുപാട് പൈസ ഒന്നും മേടിക്കാൻ പാടില്ല. നിങ്ങൾ കുറച്ച് പൈസ കുറച്ചൊക്കെ മേടിക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ ചെയ്ത് നമുക്ക് ഡിമാൻഡ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ റേറ്റ് കൂട്ടുക കേട്ടോ. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അത് ഞാനിപ്പോൾ ഇതിനകത്ത് ആ ഒരു സ്റ്റോൺ ഒട്ടിച്ചില്ലേ, അതിനകത്ത് ഞാൻ ഇങ്ങനെ കുഞ്ഞു ബീഡ്സ് ഇങ്ങനെ തയ്ച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ താഴെ മേളിലുമായിട്ട് ഇങ്ങനെ ബീഡ്സ് ഇങ്ങനെ തയ്ച്ച് കൊടുക്കുന്ന നടുക്കായിട്ട് 2 സൈഡിലുമായിട്ട് ഒരു ഗ്യാപ്പ് വന്നില്ലേ, ആ ഗ്യാപ്പിൻ്റെ അവിടെ. കാരണം ആ ഗ്യാപ്പ് എനിക്കൊരുമാതിരി തോന്നിയിട്ട് അതുകൊണ്ട് ഞാൻ അവിടെ ആയിട്ട് നമ്മൾ തയ്ച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ നിങ്ങളൊരു ബ്ലൗസായാലും എന്തായാലും വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റഫായിട്ട് ഏതെങ്കിലും ബുക്കിലൊന്ന് വരച്ച് നോക്കുക. ആദ്യമേ നിങ്ങളെ മനസ്സിലുള്ള ഐഡിയ ഒക്കെ ആയിട്ട് കസ്റ്റമറിന് നമ്മൾ കാണിച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ അവർ പറയാം. അവർക്ക് അതിന് മാറ്റം വരുത്തണമെങ്കിൽ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ പറയാം, അതും കൂടെ ആഡ് ചെയ്യുക കേട്ടോ. നമ്മൾ നോക്കി ജസ്റ്റ് ഒന്ന് റഫായിട്ട് വരച്ച് നോക്കിയിട്ട് ചെയ്യുന്നതിന് കുറച്ചും കൂടി നല്ലത്. അല്ലാതെ ആദ്യം കയറി നിങ്ങൾ ഒരു തുണിക്കാതെ ചെയ്യാൻ നോക്കരുത്. കാരണം നമ്മളിപ്പം നാളെ മനസ്സിൽ ഐഡിയ ഉണ്ട് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പ്ലാനൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുമ്പോൾ സമയത്ത് അത് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന പോലെ വരണമെന്നില്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കി ആ ഒരു ഐഡിയ കിട്ടിയിട്ട് നമ്മൾ തുണിക്കാതെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അല്ലെങ്കിൽ തുണി വേസ്റ്റായി പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതാണ് ഇപ്പോൾ കഴുത്തിലും ഇതേപോലെ തന്നെ ഈ ഒരു വർക്ക് തന്നെയാണ് കഴുത്തിലും ചെയ്ത് കൊടുക്കുന്നത്. ഇത് സെയിം വർക്ക് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അത് അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ കൈയുടെ
ഭാഗത്ത് എന്ത് വർക്കാണോ അതിൻ്റെ ഏതെങ്കിലും ഒരു ഇതായിരിക്കണം നമ്മൾ കഴുത്തിലും കൊടുക്കണം. അല്ലെങ്കിൽ രണ്ടും രണ്ട് രീതിയിലായി പോകും കേട്ടോ. ആ ഒരു മാച്ച് വരാൻ വേണ്ടിയിട്ട് കയ്യിൽ കൊടുത്തതിന് എന്ത് വർക്കാണോ അതിൻ്റെ ഒരു സിമിലാരിറ്റി തോന്നിക്കുന്ന രീതിയിൽ വേണം കഴുത്തിലും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ ആദ്യമേ വിചാരിച്ച് കഴുത്തിൽ ആ ഒരു ബോൾ ചെയിനും അതേപോലെ തന്നെ ആ ഒരു ഇത് ബീഡ്സും കൂടി വെച്ചുള്ള ആ ഒരു ഒറ്റ ലെയറും ആ ഒരു ലെയർ മാത്രം കൊടുത്താൽ മതി കരുതിയത്. പിന്നെ എനിക്ക് തോന്നി കുറച്ചും കൂടി ഹെവി ആയിട്ട് ഇടരുത്. കാരണം നമ്മൾ വേറെ വർക്കൊന്നും വേറെ ബാക്കിലൊന്നും ചെയ്യുന്നില്ല, ബാക്കിലത്തെ കഴുത്തിലാണ് വേറെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അന്നേരം വെച്ചു അത് സിമ്പിളായി പോകത്തില്ല. അതുകൊണ്ട് ഞാൻ അത് ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ ആ ഒരു കറക്റ്റ് ആ ഒരു നമ്മൾ കയ്യിൽ ചെയ്ത അതേ ബോർഡർ പോലെ തന്നെ നമ്മൾ കഴുത്തിലും കൊടുക്കുന്നുണ്ട്. അതും കുറച്ചും കൂടി ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ കഴുത്തിലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നല്ലോണം നോക്കി ചെയ്യുക കേട്ടോ. കാരണം ആ ഒരു റൗണ്ട് വരത്തില്ലേ കഴുത്തിൻ്റെ, അതൊക്കെ കറക്റ്റ് ബീഡ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫ്രണ്ടിലത്തെ നെക്കിനും അതായത് ബാക്കിലത്തെ നെക്കിനും നമ്മൾ അതേപോലെ തന്നെ അവിടെ ചെയ്യുന്നവരോ ഇത് തന്നെ ഫോളോ ചെയ്താൽ ഫുള്ളും കാണിക്കുന്നില്ല കേട്ടോ. അതിൻ്റെ ഫൈനൽ ലുക്ക് എന്തായാലും കാണിച്ചു തരാം. അത് ഞാൻ നേരത്തെ പറഞ്ഞൊന്നും മറക്കണ്ട. ഇത് തേക്കുന്നുണ്ട്, അയൺ ചെയ്യുന്നുണ്ട്, അതേപോലെ തയ്ച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഇത് ഇത്രയും മാത്രമല്ല. എൻ്റെ ഫൈനൽ ലുക്ക് വേണ്ട ഇങ്ങനെ കേട്ടോ. കസ്റ്റമർ ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഈ വർക്ക്. അവർ പറഞ്ഞ ഇത് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹെവി ആയിട്ട് തോന്നിക്കുകയും ചെയ്യും. നല്ല എന്നാൽ ഒരുപാട് കോസ്റ്റും ആവുന്നില്ല കേട്ടോ. അന്നേരം ഇത് നമ്മൾ ഫുൾ വർക്ക് വരുന്നത്. കയ്യിലൊക്കെ അതിന് കുഞ്ഞു ബീഡ്സൊക്കെ തയ്ച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. മൊത്തം തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. അന്നേരം നിങ്ങൾക്കിപ്പം എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇനിയും എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇനി ഇതേപോലത്തെ വീഡിയോ ആണെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയാം. നമ്മൾ ഇതേപോലത്തെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ പറയാം കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലെങ്കിൽ കേട്ടോ.